നാളുകൾക്ക് ശേഷം ഒരു കംപ്ലീറ്റ് ഹൊറർ റീഡിംഗ് എക്സ്പീരിയൻസ് നൽകിയ പുസ്തകമായിരുന്നു അനുരാഗ് ഗോപിനാഥ് എഴുതി ബുക്കാരി പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച സൈറ എന്ന പുസ്തകം. പുസ്തകത്തിന്റെ കേന്ദ്ര കഥാപാത്രം കാർട്ടൂണിസ്റ്റായ സക്കറിയയാണ്. അദ്ദേഹം തന്റെ ഭാര്യയുടെ മരണശേഷം ഒരു യാത്ര പോകുന്നു. ആ യാത്രയ്ക്കൊടുവിൽ തന്റെ ഓർമ്മയുടെ താക്കോൽ എവിടെയോ നഷ്ടപ്പെടുത്തിയാണ് അദ്ദേഹം തിരിച്ചെത്തുന്നത്. ഇപ്പോൾ അൽഷേമേഴ്സ് ബാധിതനായ അദ്ദേഹത്തിന് മറവി കാർന്നെടുക്കാത്തതായി ബാക്കിയുള്ളത് വരയ്ക്കാനുള്ള അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ കഴിവ് മാത്രമാണ്. ആ കഴിവ് ഉപയോഗിച്ച് അദ്ദേഹം വരച്ചു കൂട്ടുന്നതാകട്ടെ കുറേയേറെ വൂഡു പാവകളുടെ ചിത്രങ്ങളും. അതിനുശേഷം അദ്ദേഹത്തിന്റെ വീട്ടിൽ അസാധാരണമായ ചില സംഭവങ്ങൾ ഉണ്ടാകുന്നു. തന്റെ വീട്ടിൽ ഒരു അമാനുഷിക ശക്തിയുടെ സാന്നിധ്യം ഉണ്ടോ എന്ന് അദ്ദേഹത്തിന്റെ മകനും തിരക്കഥാകൃത്തുമായ ജോൺ സംശയിക്കുന്നു. തനിക്ക് നേരിടേണ്ടി വന്ന ചില അസാധാരണമായ അനുഭവങ്ങളെക്കുറിച്ചും ഈ വൂഡു പാവുകളുടെ ചിത്രങ്ങളെക്കുറിച്ചും ഒക്കെ ജോൺ തന്റെ സുഹൃത്തും സംവിധായകനുമായ ശ്രീജിത്തിനോട് പറയുന്നു. സക്രിയ വരയ്ക്കുന്ന വൂഡു പാവുകളുടെ ചിത്രങ്ങളും ഈ അസാധാരണമായ സംഭവങ്ങളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, ശരിക്കും അവിടെ എന്തെങ്കിലും അതീന്ദ്രിയ ശക്തിയുടെ സാന്നിധ്യമുണ്ടോ എന്നൊക്കെ ശ്രീജിത്ത് സംശയിക്കുന്നു. അങ്ങനെ അവരിരുവരും ചേർന്ന് ഒരു പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റർ ആയ ആര്യനെ കാണുന്നു. അങ്ങനെ ആര്യൻ ജോണിന്റെ വീട്ടിലെത്തുന്നു. ആര്യൻ അവിടെ എത്തുമ്പോഴേക്കും അവിടുത്തെ രംഗം വളരെ ശാന്തമായിരുന്നു. എങ്കിലും രക്തക്കറ പുരണ്ട വോഡു പാവുകളിൽ കയറ്റുന്ന രീതിയിലുള്ള ഒരു ആണി അവിടെ നിന്നും ലഭിക്കുന്നുണ്ട്. തുടർന്ന് ജോണും കുടുംബവും ശ്രീജിത്തും കുടുംബവുമായിട്ട് കൂർഗിലെ മെക്കൻസി ബംഗ്ലാവിലേക്ക് ഒരു യാത്ര പോകുന്നു. അവരോടൊപ്പം ആ യാത്രയിൽ അവരുണ്ടായിരുന്നു. അതെ, ആത്മാക്കൾ റോസിയും സൈറയും. തുടർന്ന് ആ കുടുംബങ്ങൾ നേരിടേണ്ടി വരുന്ന സംഭവങ്ങൾ വളരെ ഉദ്വേഗജനകമായിട്ട് എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണ് സൈറ. എനിക്ക് പേഴ്സണലി ഹൊറർ ത്രില്ലേഴ്സ് വായിക്കാൻ ഇഷ്ടമാണ്, എന്നാൽ അത് ശരിക്കും പേടിയുള്ള ഒരാളാണ്. അപ്പൊ എന്നെ സംബന്ധിച്ച് ഭയങ്കര ഇന്റൻസ് ആയിട്ടുള്ള ഒരു വായനാനുഭവമായിരുന്നു ഈ പുസ്തകം നൽകിയത്. അപ്പൊ നിങ്ങൾ ഹൊറർ ത്രില്ലർ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മസ്റ്റ് റീഡ് ആയിട്ടുള്ള പുസ്തകം തന്നെയാണ് സൈറ. ഓൾറെഡി നിങ്ങൾ വായിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് പുസ്തകത്തെ കുറിച്ച് തോന്നിയെന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക.